കേരളം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് കാന്തല്ലൂർ. കാന്തല്ലൂരിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മറയൂരിലെ മുനിയറ. കേരള ഗവൺമെന്റ് ഈ മുനിയറകളെ സംരക്ഷിക്കുന്നതിനായി ആനക്കോട്ടപ്പാറ എന്ന പേരിലുള്ള പാർക്ക് നിർമ്മിച്ചിരിക്കുന്നു. ടിക്കറ്റ് വാങ്ങി അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. മഹാശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്ന ഇടങ്ങളാണ് മുനിയറകൾ. അക്കാലത്ത് മരിച്ചവരെ മറവ് ചെയ്ത ശവക്കല്ലറകളാണെന്നും മുനിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണെന്നും വാദമുണ്ട്. ഒരാൾക്ക് നിൽക്കാനും കിടക്കാനും സാധിക്കുന്ന തരത്തിലുള്ളതാണ് ഓരോ മുനിയറകളും. പരന്ന വലിയ കല്ലുകൾ മേൽക്കൂര പോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കാഴ്ചകൾ അതിമനോഹരങ്ങളാണ്. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്ന ഒരു വാദവുമുണ്ട്. 5 പാറകൾ കൊണ്ടാണ് മുനിയറകൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. 4 വശത്തും പരന്ന പാറകൾ കൊണ്ടുള്ള തൂണുകളും മുകളിൽ മൂടിക്കല്ലെന്ന പേരിൽ മറ്റൊരു പാറയും. ലോകത്താകമാനം ആർട്ടിക്, അന്റാർട്ടിക്ക ഒഴിച്ചുള്ള വൻകരകളിലെല്ലാം ഇത്തരത്തിലുള്ള നിർമ്മിതികൾ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്നും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മറയൂരിലെത്താം. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന്റെയും കണ്ണൻ ദേവൻ തേയിലത്തോട്ടങ്ങൾക്കുമിടയിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നു. കോയിൽക്കടവെന്ന് പറയാൻ കാരണം ആ അമ്പലത്തിനകത്ത് ഒരു കടവ്, അവിടെ മീനാക്ഷി കൊലിച്ചെല്ലാനുള്ള കടവുണ്ട്. അതുകൊണ്ടാണ് കോവിൽക്കടവെന്ന് പേര്. ഇവിടെ ആന കയറാതിരിക്കാൻ വേണ്ടി ആനക്കോട്ടെന്ന് ഒരു കോട്ട റിവീറ്റ്മെൻറ്റ് കെട്ടി. ആ കാലത്ത് അവിടെ മതിൽ കണ്ണകി തീ കത്തിയെന്ന് പറഞ്ഞുള്ള കാലത്ത് എല്ലാം ഓടി വന്നിട്ട് ഒരു 5 ഗ്രാമത്തിൽ ഇവർ ഉണ്ട്. മറയൂർ, കാരയൂർ, കീളാന്തൂർ, കാന്തള്ളൂർ, കൊട്ടകുടി. ഈ 5 ഗ്രാമത്തിൽ അവർ ബന്ധം നടത്തും. അതിൽ പല സമുദായം, പല ജാതിക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഒറ്റക്കെട്ടിന് നമ്മൾ പിള്ളാന്ന് പറഞ്ഞ് സത്യം ചെയ്ത് അവരിവിടെ താമസിച്ചതാണ്. അവരിവിടെ വണക്കളിച്ച് അവരാണ് കൃഷി ചെയ്ത്. ആ കാലത്ത് വണ്ടി റോഡോ ഒന്നുമില്ല. അപ്പോൾ ആ കാലത്തൊക്കെ 25 വയസ്സേ ഉള്ളൂ കല്യാണത്തിന് ഡൊണേഷൻ. ഒരു പെണ്ണിനെ കെട്ടിവിടാമെന്ന് പറയും. 40 പടി നെല്ലും ഒരു ആടിനും കൊടുക്കും. ആ പെണ്ണിക്ക് മാപ്പിള വിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ഒറ്റ തീയതി കൊണ്ട് ഇവിടെ വിവാഹങ്ങൾ കളിക്കും. അപ്പോൾ ആ കാലത്ത് കടയിൽ പാട്ട വെട്ടി ഫ്രണ്ട് വെച്ചിട്ട് ഈ കാപ്പിക്കുരു, അരി, ഗോതമ്പ്, കൃഷിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പിള്ളേർ ഒരു തോർത്ത് കൊണ്ടുപോയി ഇതുപോലത്തെ ഒരു കട്ടയുണ്ട്. ആ കട്ടയിൽ കുടഞ്ഞിട്ടിട്ട് ആ ത്ലാസില്ല ആ കാലത്തെ നല്ലോണം കേൾക്കണേ. അപ്പോൾ ഈ തൂക്കം അയാൾ വ്യത്യാസം നോക്കിയിട്ട്, എടാ തമ്പി എന്താ വേണ്ടത്, ആ വെത്തല വേണം, എല്ലാം പഞ്ചസാര വേണം, തേയില വേണം. അവർ കൃഷിയിലില്ലാത്ത സാധനങ്ങൾ അവർ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു.
അങ്ങനെയാണ് ഇവിടെ അഞ്ചുനാട് എന്ന് പറഞ്ഞാൽ. ഇത് വനവാസം, പഞ്ചപാണ്ഡവർ വനവാസം വന്ന് ഇവിടെ തങ്ങി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ മറയൂർ പോയപ്പോൾ അവർ കണ്ടില്ല, അതുകൊണ്ടാണ് മറയൂർ പോയ പിന്നെ അവർ കണ്ടേയില്ല. അവരിവിടെ വന്ന് ആ കാലത്ത് ഈ കൽവീട്ടിലിരുന്ന് കിട്ടുന്ന പഴങ്ങളും കിഴങ്ങും എടുത്ത് കളിച്ചിട്ട്, അന്ന് തുണിയൊന്നുമില്ല, ഈ ലീപ്പിലാണ് തുണിയിട്ടിട്ട് അവർ ശരീരം മറിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് പോയി. അപ്പോൾ ഇവർ മിളങ്ങാൻ വേണ്ടി പാമ്പിനെ വിട്ടു. ആ പാമ്പൻ പാറെന്ന് പറഞ്ഞാൽ ആ പാമ്പിൻ്റെ പാട് ഇപ്പോഴും ഉണ്ട്, ഒരു 7 കിലോമീറ്റർ അപ്പുറം. പിന്നെ ഇവർ നഞ്ചപ്പൊയ്യ ഒന്നും ഉണ്ടാക്കി, മഞ്ചപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മുടെ ഡാമിൻ്റെ മുകളിൽ. അത് കുടിച്ചാൽ ചത്തുപോകും. ഒരു ചെറിയ കുളം ഉണ്ടാക്കി ഇപ്പോഴും ഉണ്ട്, മൃഗം കളിച്ചാലും ചത്തുപോകും. അതാണ് മഞ്ചപ്പെട്ടി എന്ന് പറയുന്നത്. ഇത് അഞ്ചുനാടാണ് ഗ്രാമം. ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ കീഴിലാണല്ലേ? ഞങ്ങൾ ഫോറസ്റ്റിലെ VSSൽ ഞങ്ങളൊരു സൈഡാണ്. ഇതിപ്പോൾ ഫുൾ ഫോറസ്റ്റിൻ്റെ കീഴിലല്ലേ? ആ, ഫോറസ്റ്റിലാണ്. ശരി ശരി സാർ. ഓക്കെ. നിങ്ങൾ സ്വദേശം എവിടെയാണ് സാറേ? ട്രിവാൻഡ്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.